അച്ഛനൊരു പ്രശ്നമാണോ? അമ്മയല്ലേ പ്രശ്നം? പിന്നെ സമയം പോകാൻ അറിഞ്ഞില്ല. വിളിക്കടോ ആ ദാരിദ്ര്യം പിടിച്ച പൂന്താനത്തിന്. ഞാൻ ഇല്ല തുപ്പും തോന്നിച്ച് ജീവിക്കരുത്. എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ച് കഴിക്കുക. നമുക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. വിളിക്കുക പൂന്താനത്തിന്. നടത്താണ്ട ഇന്ന് വരിക. അദ്ദേഹം വരുമെന്ന് തോന്നുന്നില്ല. അല്ലോ ജീവി ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ണി പിറന്നു. ഉണ്ണി പറഞ്ഞാൽ എന്താ? അങ്ങേരാണോ മൂല വെക്കുന്നത്? അന്തർജനമില്ലാന്നുണ്ടോ? അന്തർജനമുണ്ട്. പക്ഷേ ഉണ്ണിയുടെ നൂലുകെട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. ഉണ്ണി എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ജീവനാണോ? മാത്രമല്ല എപ്പോഴും ഉണ്ണിയുടെ അടുത്ത് തന്നെ വരാറില്ല. ഇങ്ങനെ വരിക. ഇനി അടുത്തേക്ക് വരിക. ഈ പൂന്താനം ആളെങ്ങനെ? സ്ത്രീ വിഷയത്തിലേ സംബന്ധപ്രിയരാണോ? പൂന്താനത്തെ കുറിച്ച് എന്ത് ഇല്ലാനാണോ താൻ പറയണേ? പൂന്താനം തികഞ്ഞ ഈശ്വരഭക്തി ഉള്ളവനാണോ? എല്ലാ നമ്പൂതിരിമാർക്കും ഭക്തിയും കൂടും, ഭാര്യമാരുടെ എണ്ണവും കൂടും. അടിയൻ കൂടല്ലൂർ മനയിൽ നിന്ന് വരുന്നു. മാർത്താണ്ഡൻ കേട്ടിട്ടുണ്ട്. കൂടല്ലൂർ മനയിലെ അനന്തശിവൻ നമ്പൂതിരിക്ക് രാത്രികാലങ്ങളിൽ ഒളിസേവയ്ക്ക് കൂട്ടുപോകുന്ന ഒരു ശുംഭനെ കുറിച്ച്. അത് നാം തന്നെയാണ്. മിക്കവാറും രാത്രിയിലാണ് സഞ്ചാരം. ഒളിസേവയ്ക്ക് പറ്റിയ രാത്രിയാണല്ലോ. നാം മനയിൽ ചെന്നതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടും സംബന്ധത്തിന് പോയിട്ടില്ല. സംബന്ധപ്രിയനാണല്ലോ അല്ലേ? അപ്പോ രാത്രിയാണ് സഞ്ചാരം മുഴുവൻ. അപ്പൊ പകൽമാനാണ്. അതെ അതെ. നാളമില്ല ശുംഭ നിനക്ക്. അച്ഛൻ സംബന്ധത്തിന് പോകുമ്പോ ഇതൊക്കെ വഴി കൂട്ടുപോകാം. 3 നേരം മുടങ്ങാതെ കഞ്ഞി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാ. നീ എന്താ ഇവിടെ? കൂടല്ലൂർ കനലൊരു ഉപദാനം. ഇതിനിപ്പോ നാം എന്താ വേണ്ടത്? ഭാഗവത പാരായണത്തിന് പൂന്താനം മതിയെന്ന് അച്ഛന്തപത്രി അറിയിച്ചിരിക്കുന്നു. സൗകര്യം അറിയിച്ചേക്കാം. പിണക്കുന്നത് ആലോചിച്ച് വേണം. നാട് വാഴി വന്നു പോകുന്ന സ്ഥലവാ. സൗന്ദര്യമുള്ള പെൺകുട്ടികൾ ധാരാളം ഉണ്ടല്ലോ മനയില്. ആടുവാഴികൾ വന്നു പോകും. കേട്ടില്ലേ? കോഴിക്കോട് സാമൂതിരിക്ക് അതിഥികളായി കുറെ പറങ്ങുകൾ വന്നിട്ടുണ്ടത്രേ. പശുവിനെയും പന്നിയെയും പോലും തിന്നാൻ മടി കാണിക്കാത്ത അശ്രീകരങ്ങള്. വില്ലുവന്റെ അയച്ച് ക്ഷണിച്ചാൽ വരും വിരുന്നുകാരായി കൂടല്ലൂർ മനയില്. കൂടല്ലൂർ മനയ്ക്ക് അതിന്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ. അല്ല, അടിയൻ അവിടെ ചെന്ന് എന്താ പറയേണ്ടത്? സൗകര്യപ്പെടില്ല എന്ന് പൂന്താനം അറിയിച്ചു എന്ന് പറഞ്ഞേക്കാം. ആവശ്യപ്പെടുന്ന പ്രതിഫലം തരാന്നും പറഞ്ഞു. പ്രതിഫലമോ? ഭാഗവതമ്മിൽ കണ്ട ഗതികളൊന്നും പൂന്താനത്തിനുണ്ടായിട്ടില്ല. അപ്പോ മാർത്താണ്ട് പോകുകയല്ലേ? പോണോ? അപ്പൊ പോകാം. കുടിക്കാൻ കിട്ടിയോ? അയ്യോ, അടിയെ കൂടി നിർത്തി. ഒരിക്കലത് ഛർദിച്ചു. അടി കൂടെ മേലിക്കൂടെ. മൂത്ത കളായിരുന്നു കേട്ടോ. അപ്പോ മനയിൽ അതുമുണ്ട് അല്ലേ? നല്ല രഹസ്യമായിട്ട്. നമ്പൂതിരി നശിക്കാൻ ഇനി എന്താ വേണ്ടത്? മദ്യവുമായി മദിരാക്ഷിയുമായി